നിങ്ങളുടെ അയൽക്കാരെ നിങ്ങൾക്ക് എത്രത്തോളം അറിയാം? അവർ നമ്മോട് ചിരിക്കുകയും കാഴ്ചയിൽ സൗഹൃദപരമായി ഇരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ മുഖങ്ങൾക്ക് പിന്നിൽ എന്തൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുമുള്ളവരിൽ അപകടകാരികളായ വ്യക്തികളെ തിരിച്ചറിയാൻ പ്രത്യേക വഴികളൊന്നും തന്നെയില്ലെങ്കിലും സൈക്കോപതിക് സ്വഭാവമുള്ള ആളുകൾ അക്രമാസക്തമായ കുറ്റകൃത്യം ചെയ്യാൻ സാധ്യത കൂടുതലാണെന്ന് മനഃശാസ്ത്രജ്ഞർ പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് നിങ്ങളും അങ്ങനെയുള്ളവരിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് ഉചിതം. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലായിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ അത്തരം പ്രശ്നക്കാരായ അയൽക്കാരെ തിരിച്ചറിയാൻ കഴിയുമായിരിക്കും. പക്ഷേ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലോ അതോ മറ്റു വികസിത രാജ്യങ്ങളിലെ തിരക്കേറിയ നഗരങ്ങൾക്കിടയിൽ പാർക്കുന്ന മനുഷ്യരുടെ കാര്യമാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടോ കുറച്ചു മാസങ്ങൾ കൊണ്ടോ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അമേരിക്കയിലെ പെൻസിൽവാനിയ എന്ന നഗരത്തിൽ നടന്ന ഒരു കൊലപാതക പരമ്പരയുടെ ചുരുളഴിയുന്ന കുറ്റാന്വേഷണ കഥയാണ്. ബ്രയാൻ ബ്രവർലി എന്ന ദമ്പതികൾ ഇരുവരും പ്രണയിച്ച് കല്യാണം കഴിച്ചവരായിരുന്നു. വളരെ സന്തോഷത്തോടെയുള്ള ജീവിതം, നല്ല സാമ്പത്തികമുള്ളവർ. ഒരു ദിവസം രാവിലെ അവരുടെ വീട്ടിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റകൃത്യത്തിനു പിന്നിലെ ഉദ്ദേശ്യം പരിചയസമ്പന്നരായ ഡിറ്റക്റ്റീവുകളെ പോലും അമ്പരപ്പിച്ചു. വിവാഹശേഷം പുതിയ വീട്ടിലേക്ക് താമസം മാറിയ വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോന്നിരുന്ന അവർക്ക് പെട്ടെന്നൊരു ദിവസം എന്തു സംഭവിച്ചു? ബ്രയാന്റെയും ബവർലിയുടെയും ജീവിതമില്ലാതാക്കിയ ക്രൂരനായ കൊലയാളിയെ കണ്ടെത്തുന്ന കുറ്റാന്വേഷണ നാൾവഴികളിലൂടെ നമുക്ക് പോകാം. വിൻഡി നൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോളേജ് വിദ്യാർത്ഥികളായിരുന്നപ്പോൾ തന്നെ അവർ സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ആ ബന്ധം വേർപിരിയാനാവാത്ത വിധം പ്രണയത്തിലേക്ക് വഴിമാറി. അവർ രണ്ടുപേരും മാതാപിതാക്കളെ അവരുടെ ബന്ധത്തെക്കുറിച്ച് അറിയിച്ചു. രണ്ടു കുടുംബങ്ങളും ആ ബന്ധത്തെ പൂർണ്ണ ഹൃദയത്തോടെ അംഗീകരിച്ചു. അവർ രണ്ടുപേരും സാഹസികതകൾ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. ബേസ്ബോളിലും ട്രാക്കിലും മികവ് പുലർത്തിയിരുന്ന ഒരു മികച്ച കായികതാരമായിരുന്നു ബെവർലി. ഗിറ്റാർ അനായാസമായി വായിക്കുകയും പുതിയ ഭാഷകൾ പഠിക്കാൻ കഴിവ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അവളുടെ ഈ ഊർജ്ജസ്വലമായ വ്യക്തിത്വം അവളുടെ സുഹൃത്തുക്കൾക്കിടയിൽ അവളെ പ്രിയങ്കരിയാക്കി. ബ്രയാനാകട്ടെ റോക്ക് ക്ലൈംബിംഗ്, സർഫിംഗ്, ഡൈവിംഗ് എന്നിവയായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. ഒരു യഥാർത്ഥ സാഹസികൻ. ഓരോ വർഷവും ഓരോ പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്യുമായിരുന്നു. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ബ്രയാൻ ഒരു ഇൻഡസ്ട്രിയൽ കമ്പനിയിൽ ജോലിക്ക് പ്രവേശിച്ചു. ബെവർലി ഒരു ഹോട്ടൽ അഡ്മിനിസ്ട്രേറ്ററായി മികവ് പുലർത്തി. അങ്ങനെ 2006 മെയ് 15 ബ്രയാനും ബെവർലിയും ഔദ്യോഗികമായി വിവാഹിതരായി. അടുത്ത സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും മാത്രം ക്ഷണിച്ചുകൊണ്ട് ഒരു വിവാഹ പാർട്ടിയും അവർ നടത്തി. വിവാഹവും തുടർന്ന് ഹണിമൂണുമൊക്കെയായി സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു അവർക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ. നിരവധി രാജ്യങ്ങൾ അവർ സന്ദർശിച്ചു. ഒടുവിൽ അവർ നാട്ടിൽ തിരിച്ചെത്തി. ദമ്പതികൾ ഗ്രഹാമിൽ ഒരു വിശാലമായ വീട് വാങ്ങി. പെൻസിൽവാനിയയിലെ ഒരു ശാന്തമായ പട്ടണം ക്ലിയർഫീൽഡ് കൗണ്ടി ഒരു വനത്തിനും നദിക്കും സമീപം സ്ഥിതി ചെയ്യുന്നു. പ്രകൃതി രമണീയമായ ഒരു വീട്. ഒരു കുടുംബം ആരംഭിക്കുന്നതിനും ശാന്തമായ ജീവിതം ആസ്വദിക്കുന്നതിനും അനുയോജ്യമായ ഒരു പ്രദേശം. ബ്രയാൻ ഒരു ഇൻഡസ്ട്രിയൽ കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു. ബെവർലി ട്രാൻസ്ലേഷൻ വർക്കറായി ജോലി നോക്കി പോന്നു. അങ്ങനെ ഒരിക്കൽ ബ്രയാന്റെ സുഹൃത്ത് സ്റ്റീവൻ ഒരു ദിവസം രാവിലെ 8 മണിയോടെ അവരുടെ വീട്ടിലെത്തി. ഇരുവരും ഫിഷിങ്ങിന് പോകാൻ തലേ ദിവസം പദ്ധതിയിട്ടിരുന്നു. ബ്രയാൻ രാവിലെ വരാൻ പറഞ്ഞതനുസരിച്ചാണ് സ്റ്റീവൻ രാവിലെ ബ്രയാന്റെ വീട്ടിലെത്തിയത്. സ്റ്റീവൻ ഡോറിൽ തട്ടി. എന്നാൽ പ്രതികരണമൊന്നും ലഭിച്ചില്ല. ബ്രയാൻ ഉറങ്ങുകയായിരിക്കുമെന്ന് സ്റ്റീവൻ കരുതി. അങ്ങനെ സ്റ്റീവൻ ഫോണിൽ വിളിച്ചു. ഫോൺ അറ്റൻഡ് ചെയ്തില്ല. നിരാശയും അല്പം അലോസരവും സ്റ്റീവന് തോന്നി. അങ്ങനെ അവൻ 30 മിനിറ്റോളം തന്റെ കാറിൽ വെയിറ്റ് ചെയ്തു. നിരാശയായിരുന്നു ഫലം. വീടിനകം നിശബ്ദമായിരുന്നു. അവിടെ വെളിച്ചവും ഉണ്ടായിരുന്നില്ല. സ്റ്റീവൻ അങ്ങനെ കാത്തിരുന്നു മടുത്ത് മീൻ പിടിക്കാനായി ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി. അപ്പോഴും സ്റ്റീവൻ ഫോണിൽ വിളിച്ചിട്ടും മറുപടിയില്ലായിരുന്നു. അവൻ കൂടുതൽ അസ്വസ്ഥനായി. വീണ്ടും അവരുടെ വീട്ടിലേക്ക് പോയി നോക്കാൻ തന്നെ തീരുമാനിച്ചു. വീട്ടിലെത്തി കോളിംഗ് ബെൽ അടിച്ചു. അവൻ ആശങ്കാകുലനായി. ആ സ്ഥലത്തിന് ചുറ്റുമൊന്ന് നടന്നു നോക്കാൻ അവൻ തീരുമാനിച്ചു. ഗ്യാരേജിലെത്തിയപ്പോൾ സ്റ്റീവൻ ഒരു ചെറിയ ജനാലയിലൂടെ നോക്കി. ദമ്പതികളുടെ കാർ അകത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. അത് അവന്റെ ഉത്കണ്ഠ വർദ്ധിപ്പിച്ചു.
അവൻ വീട്ടിലുള്ള ജനാലയിലൂടെ അകത്തേക്ക് നോക്കാൻ ശ്രമിച്ചു. പക്ഷേ അകത്ത് മുഴുവൻ ഇരുട്ടായിരുന്നു. വീട്ടിൽ ലൈറ്റുകളൊന്നും തന്നെ ഓണായിരുന്നില്ല. പെട്ടെന്ന് അവൻ കാണാനിടയായി TV താഴെ വീണ് കിടക്കുന്നു. അവന്റെ ഹൃദയമിടിപ്പ് വർദ്ധിക്കാൻ തുടങ്ങി. അവൻ തന്റെ കാറിലേക്ക് ഓടി. താൻ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ഫ്ലാഷ് ലൈറ്റ് പുറത്തെടുത്ത് അതിന്റെ ബീം ലിവിംഗ് റൂമിലേക്ക് തിരിച്ചു. ആ കാഴ്ച അവനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. രക്തം പുരണ്ട പുതപ്പുകൊണ്ട് ഭാഗികമായി മൂടപ്പെട്ട 2 മൃതദേഹങ്ങൾ താഴെ കിടക്കുന്നു. ഒരു വശത്ത് നിന്ന് കാൽപാദങ്ങളും മറുവശത്ത് ഒരു കൈയും കാണുന്നുണ്ടായിരുന്നു. പരിഭ്രാന്തനായ സ്റ്റീവൻ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. അവരുടെ വരവിനായി ആകാംക്ഷയോടും ഭയത്തോടുകൂടെ സ്റ്റീവൻ വീടിന് പുറത്തു തന്നെ കാത്തുനിന്നു. പോലീസ് സ്ഥലത്തെത്തി. ആദ്യം അവർ ചോദ്യം ചെയ്തത് സ്റ്റീവനെ തന്നെയാണ്. അദ്ദേഹം അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ പോലീസിനോട് വിവരിച്ചു. പോലീസ് വന്ന് വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് വാതിൽ ലോക്ക്ഡ് അല്ലായിരുന്നുവെന്ന് മനസ്സിലാക്കിയത്. താൻ നേരത്തെ ഡോറിൽ മുട്ടിയത് മാത്രമാണ് ചെയ്തത്. ഡോർ ഓപ്പണാക്കാൻ ശ്രമിക്കാത്തതിൽ സ്റ്റീവന് കുറ്റബോധം തോന്നി. അന്വേഷണ സംഘം അത് അവനോട് സൂചിപ്പിക്കുകയും ചെയ്തു. പോലീസ് വാതിൽ തുറന്നു. ലിവിംഗ് റൂമിൽ ബ്രയാൻ ബെർലി ദമ്പതികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. അവർ മരിച്ചിട്ട് 12 മണിക്കൂറെങ്കിലും കഴിഞ്ഞിരിക്കുന്നുവെന്ന് പ്രാഥമിക നിരീക്ഷണങ്ങൾ സൂചിപ്പിച്ചു. ഗൺഷോട്ടായിരുന്നു മരണകാരണം. ഓരോരുത്തരെയും 3 തവണ വെടിവെച്ചതായി സ്ഥിരീകരിച്ചു. കൃത്യമായ ആസൂത്രിതവും ദൃഢനിശ്ചയത്തോടെയും നടത്തിയ ഒരു കൊലപാതകം. മൊബൈൽ ഫോണും പണവും ഉൾപ്പെടെ ആ വീട്ടിൽ നിന്ന് ഒന്നും മോഷ്ടിക്കപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് കൊലപാതകത്തിന്റെ ഉദ്ദേശം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ദമ്പതികളുടെ ശരീരത്തിൽ വെടിയേറ്റ പാടുകളല്ലാതെ മറ്റു പരിക്കുകളൊന്നുമില്ലായിരുന്നു. മുൻവാതിൽ പൂട്ടിയിട്ടില്ലെന്നും നിർബന്ധിതമായി പ്രവേശിച്ചതിന്റെ ഒരു ലക്ഷണവും ആ വീട്ടിൽ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ഇവർക്കാണെങ്കിൽ ശത്രുക്കളുള്ളതായി ഒരറിവും സ്റ്റീവനുമില്ലായിരുന്നു. കൃത്യം നടന്ന സ്ഥലത്തു നിന്നും രക്തത്തിന്റെ പാടുകളും ചുമരിൽ തെറിച്ച പാടുകളും വൃത്തിയാക്കാൻ കുറ്റവാളികൾ ശ്രമിച്ചിട്ടുണ്ട്. അതിശയകരമെന്ന് പറയാവുന്നൊരു കാര്യമുണ്ടായിരുന്നു. കുറ്റവാളികൾ ഉപയോഗിച്ച 6 ഷെൽ കേസ് അവിടുന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. കൂടാതെ അവർ ഉപയോഗിച്ച ആയുധവും ഫോറൻസിക് അവിടെ നിന്നും കണ്ടെടുത്തു. ഒരു 22 കാലിബർ റിവോൾവർ ആയിരുന്നു അത്. 2 ഇരകളെയും വെടിവെച്ചത് ഒരേ ആയുധം ഉപയോഗിച്ചാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും പോലീസ് ചില നിഗമനങ്ങളിൽ എത്തിച്ചേർന്നു. മുൻവാതിൽ ലോക്കിന് തകരാറൊന്നുമില്ലാത്തതിനാൽ ഡോർ അവർ സ്വമേധയാ തുറന്നുകൊടുത്തിരിക്കാനുള്ള സാധ്യതയാണ് കണ്ടത്. അതിഥിയെ തിരിച്ചറിഞ്ഞ് അയാളെ അകത്തേക്ക് ക്ഷണിച്ചിരിക്കാം. ആ വ്യക്തിയെ അകത്തേക്ക് ക്ഷണിച്ച് ബ്രയാൻ തിരിഞ്ഞു നടന്നപ്പോൾ കൊലയാളി ആദ്യ വെടിയുതിർത്തു. അത് ബ്രയാന്റെ ശരീരം തുളച്ച് പുറത്തേക്ക് പോയി. അത് ചെന്ന് പതിച്ചത് ടിവിയിലായിരുന്നു. അതായിരിക്കാം TV താഴെ വീണത്. ശബ്ദം കേട്ട് ബെവർലി വന്നപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തന്റെ ഭർത്താവിനെ കണ്ടിരിക്കാം. അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവളുടെ പിന്നിലും 3 തവണ വെടിയേറ്റു. ഇടനാഴിയിൽ വീണ അവളുടെ ശരീരം പിന്നീട് സ്വീകരണ മുറിയിലേക്ക് വലിച്ചിഴച്ച് കൊലയാളി ബ്രയാന്റെ അരികിൽ കിടത്തി. ഇരകൾ 2 പേരും ധരിച്ചിരുന്നത് പൈജാമയായിരുന്നു. അതിൽ നിന്നും പുലർച്ചെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ കൊലപാതകം നടന്നിരിക്കാമെന്ന് പോലീസ് അനുമാനിച്ചു. മൃതശരീരങ്ങൾ 2ഉം ഒരു ബ്ലാങ്കറ്റ് ഇട്ട് മൂടിയിരുന്നു. ഫർണിച്ചറുകളിൽ നിന്നും വാതിൽപ്പടികളിൽ നിന്നും ചില ഫിംഗർ പ്രിന്റ്സ് ഫോറൻസിക് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. കൂടാതെ രക്തത്തിൽ കലർന്ന ഷൂ പ്രിന്റുകളും. മൃതദേഹങ്ങൾ പൊതിഞ്ഞ പുതപ്പിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റ്സ് നിർണായകമായി. ബ്ലാങ്കറ്റ് ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. അതിൽ ഒരു ട്രേഡ് പാറ്റേൺ ദൃശ്യമായിരുന്നു. വിദഗ്ധർ അത് ഒരു ബൂട്ടിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞു. റെയറായി മാത്രം കാണുന്ന ഹെവി ഡ്യൂട്ടി വർക്കിംഗ് ബൂട്ടുകൾ. കൂടുതൽ അന്വേഷണത്തിൽ ക്ലിയർഫീൽഡ് കൗണ്ടിയിലെ ഒരു നിർമ്മാണ കമ്പനി അടുത്തിടെ ഈ ബൂട്ടിന്റെ നിരവധി ജോഡികൾ വാങ്ങിയതായി കണ്ടെത്തി. അന്വേഷണ ഉദ്യോഗസ്ഥർ കമ്പനിയുടെ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഷൂ പ്രിന്റുകൾക്ക് പുറമെ ഒരു കൈപ്പത്തിയുടെ പ്രിന്റും കണ്ടെത്തിയിരുന്നു. അത് ഒരു നിർണായക വഴിത്തിരിവാകും എന്ന് പ്രതീക്ഷിച്ച് ഡാറ്റാബേസുകളിൽ എല്ലാം പരതി. കുറ്റവാളിക്ക് മുൻ ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നുമില്ലാതിരുന്നത് അവരെ നിരാശരാക്കി. ഫസ്റ്റ് സസ്പെക്ട് സ്വാഭാവികമായും സ്റ്റീവ് ആയിരുന്നു. കാരണം ബ്രയാന്റെ ഫ്രണ്ടാണ്. ബോഡി ആദ്യം കണ്ടതും പോലീസിൽ റിപ്പോർട്ട് ചെയ്തതും സ്റ്റീവ് തന്നെ. ആ വീട്ടിൽ അന്ന് അവൻ 2 തവണ വന്നു. അവൻ ഫിഷിങ്ങിന് പോയ റിവർ ലൊക്കേഷനിൽ വേറെ ആരുടെയും പ്രസൻസും ഉണ്ടായിരുന്നില്ല താനും. സ്റ്റീവ് ഉച്ചവരെ അവിടെ എന്തു ചെയ്തു? അത് തെളിയിക്കാൻ സ്റ്റീവിന് കഴിഞ്ഞില്ല. ഉദ്യോഗസ്ഥർക്ക് തെളിവാണല്ലോ പ്രാധാന്യം. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ സ്റ്റീവിനെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടുതൽ തെളിവുകൾക്കായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അവർ ട്രാഫിക് ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി.
അതിൽ നിന്നും ഫിഷിങ്ങിന് പോയതിന്റെയും തിരിച്ചു വരുന്നതിന്റെയും CCTV വിഷ്വൽസ് അവർക്ക് ലഭിച്ചു. അതും സ്റ്റീവ് പറഞ്ഞ കഥയുമായി ഒത്തുനോക്കിയപ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് അവർക്ക് മനസ്സിലായി. കൂടാതെ ഫിംഗർ പ്രിന്റ്സും മാച്ചായിരുന്നില്ല. കൂടാതെ ബൂട്ട് നിർമ്മാണ കമ്പനിയുമായി സ്റ്റീവിന് ഒരു ബന്ധവുമില്ല എന്നും ആ ബൂട്ടിന്റെ വലിപ്പം സ്റ്റീവിന്റെ കാലുമായി മാച്ച് ചെയ്യാതിരുന്നതും സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും സ്റ്റീവിനെ പോലീസ് ഉദ്യോഗസ്ഥർ ഒഴിവാക്കി. അന്വേഷണം നൈബേഴ്സിലേക്ക് നീണ്ടു. അവിടെ നിന്നും ഉദ്യോഗസ്ഥർക്ക് ഒരു ശക്തമായ ലീഡ് കിട്ടി. കൊലപാതകം നടന്ന വീടിന്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ദമ്പതികളായിരുന്നു ഡാനിയലും ജെനീഫറും. അതിരാവിലെ അസാധാരണമായ ശബ്ദം കേട്ടുവെന്നും അതൊരു ഗൺഷോട്ട് പോലത്തെ ആയിരുന്നുവെന്നും അവർ മൊഴി നൽകി. ഡാനിയൽ പറഞ്ഞതിങ്ങനെ: പ്രഭാതത്തിന് തൊട്ടുമുമ്പ് മങ്ങിയ വെളിച്ചം കാരണം അവ വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ശബ്ദം കേട്ട് തന്റെ വീടിന്റെ ജനൽ വഴി നോക്കിയപ്പോൾ ഒരു വൈറ്റ് ട്രക്ക് അവരുടെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്നതായി കണ്ടു. ട്രക്കിന്റെ ഡ്രൈവറെക്കുറിച്ച് അയാൾ ഒരു വിശദമായ വിവരണം നൽകി. ഡ്രൈവർ ഏകദേശം 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു വെള്ളക്കാരനായിരുന്നു. നീണ്ട ഇരുണ്ട മുടി പോണിടെയിൽ രീതിയിൽ കെട്ടിയിരിക്കുന്നു. മീശയുമുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ ഇടത് കൈയിൽ ഒരു ടാറ്റുവും അയാൾ ശ്രദ്ധിച്ചു. എന്നിരുന്നാലും ഡിസൈൻ അയാൾക്ക് മനസ്സിലായില്ല. ഡാനിയൽ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊരു ട്രക്ക് ഡ്രൈവറെ കണ്ടുപിടിക്കാനായി പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത ശ്രമം. ട്രാഫിക് ക്യാമറയിൽ അങ്ങനെയൊരു ട്രക്ക് ആ സമയത്ത് പോയതായി അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ കാട്ടുവഴിയിലൂടെ പോയിരിക്കാമെന്ന് അവർ അനുമാനിച്ചു. അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു. ഡിറ്റക്റ്റീവുമായുള്ള സംഭാഷണത്തിനിടെ ജെറമി ഫ്ലിന്റ് എന്നൊരാളെക്കുറിച്ച് തന്റെ മകൾ പറഞ്ഞതായി ബെവർലിയുടെ അമ്മ ഓർത്തെടുത്തു. നിയമവിരുദ്ധ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന 22 വയസ്സ് മാത്രമുള്ള ഒരാളായിരുന്നു അത്. സംശയാസ്പദമായ വ്യക്തികളുടെയും മറ്റുള്ളവരുടെയും പതിവ് സന്ദർശനങ്ങൾക്ക് ആ വീട് പേരുകേട്ടതാണ്. മറ്റുള്ള അയൽക്കാരും അവനെക്കുറിച്ച് മോശമായി സംസാരിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ അയാളുടെ വീട്ടിലെത്തി. അവിടെ അപ്പോൾ അയാൾ ഉണ്ടായിരുന്നില്ല. കുറ്റകൃത്യം നടത്തിയ ശേഷം അയാൾ രക്ഷപ്പെട്ട് ഓടിപ്പോയിരിക്കാമെന്ന് അവർ കരുതി. ബ്രയാനും ബെവർലിയും മരണത്തിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു പാർട്ടി നടത്തിയിരുന്നു. ജെറമിയെ അതിൽ ക്ഷണിച്ചിരുന്നില്ല. എന്നാലും മയക്കുമരുന്നിന് അടിമയായ അയാൾ അവിടെ വന്ന് മോശമായി പെരുമാറുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും അതിഥികളെ അപമാനിക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ അന്വേഷണത്തിൽ അയൽക്കാർ പറഞ്ഞ മൊഴിയായിരുന്നു ഇത്. പാർട്ടി നടത്തിയതിന്റെ അടുത്ത ദിവസം ബ്രയാൻ ബെവർലി ദമ്പതികളുടെ വീട്ടിൽ നിന്ന് കുറെ സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു. അവരുടെ സെൽഫോൺ, ഗൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ. ജെറമി ആയിരിക്കും എടുത്തതെന്ന് കരുതി സാധനങ്ങൾ തിരിച്ചു തരാൻ ആവശ്യപ്പെട്ട് അയാളുടെ വീട്ടിൽ ബ്രയാൻ ചെന്നിരുന്നു. തന്നില്ലെങ്കിൽ പോലീസിൽ അറിയിക്കുമെന്നും പറഞ്ഞു. ആ സമയത്ത് ജെറമി ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും അടുത്ത ദിവസം രാവിലെ എല്ലാ സാധനങ്ങളും ബ്രയാന്റെ വീട്ടുമുറ്റത്തു നിന്നും കിട്ടുകയും ചെയ്തു. പിന്നീട് ജെറമിയെക്കുറിച്ചായി അന്വേഷണം. പക്ഷേ കൂടുതൽ അന്വേഷണത്തിൽ ദമ്പതികൾ മരിക്കുന്ന ആ ആഴ്ചയിൽ ജെറമി നാട്ടിലില്ലായിരുന്നു. അയാൾ പാരന്റ്സിനെ കാണാൻ പോയിരുന്നു 6 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ. ദമ്പതികൾ മരിച്ച അന്ന് ജെറമി ബാറിലിരുന്ന് സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കുന്ന CCTV ഫൂട്ടേജ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും ചെയ്തു. അതോടെ ആ അന്വേഷണവും അവിടെ വഴിമുട്ടി. കൂടാതെ ഫിംഗർ പ്രിന്റ്സും മാച്ചായി വന്നതുമില്ല. കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും ലഭിക്കാതിരുന്നതിനാൽ ജെറമിയെയും സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരണം നൽകിയ അയൽവാസി ഡാനിയലിനെയും വൈഫിനെയും വീണ്ടും കാണാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്നത്. കുറ്റവാളികൾ ധരിച്ചിരുന്ന വസ്ത്രം ഉൾപ്പെടെ വീട്ടിൽ നിന്നിറങ്ങിയ ഒരാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പറയാൻ തുടങ്ങി. അവരിൽ ഒരാളുടെ മുഖത്ത് വലിയൊരു പാടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. എന്നാൽ അവർ മുഖം മാസ്കിട്ട് മറച്ചിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ആദ്യ മൊഴിയിൽ ഉണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുഖത്ത് സംശയം നിഴലിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ ആശയക്കുഴപ്പത്തിലായി. ഇയാൾ എന്തിനാണ് കള്ളം പറയുന്നത്? അയാൾ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുമോ? എന്നിരുന്നാലും ഡാനിയലിന്റെ ഷൂസ് കാണാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം നിരവധി ജോഡി ബൂട്ട്സുകളും ഷൂകളും കാണിച്ചു കൊടുത്തു. പക്ഷേ ഒന്നും തന്നെ മാച്ചായി വന്നില്ല. അയാളുടെ മൊഴികളിൽ വൈരുദ്ധ്യം തെളിഞ്ഞു വന്നു. സംഭവ സമയത്ത് താൻ നോക്കിയിരുന്ന ജനാലയിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ഒരു ഡിറ്റക്റ്റീവ് ഡാനിയലിനോട് ആവശ്യപ്പെട്ടു. ആ സമയത്ത് ആ വ്യൂ പരിശോധിച്ചപ്പോൾ പകൽ സമയമായിട്ടുകൂടി റോഡിന് കുറുകെയുള്ള ഒരാളുടെ വ്യക്തമായ വിശദാംശങ്ങൾ കാണാൻ ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് കുറ്റകൃത്യം നടന്ന സമയം കണക്കിലെടുക്കുമ്പോൾ അത് പുലർച്ചെയാണ്. അയാളുടെ മൊഴികളിൽ വൈരുദ്ധ്യം തെളിഞ്ഞു നിന്നു. എന്നിരുന്നാലും ഡാനിയലിനെ കുറിച്ച്
കൂടുതൽ അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു. 1966 ഒരു സൈനിക കുടുംബത്തിൽ ഏറ്റവും ഇളയ കുട്ടിയായി ജനനം. അദ്ദേഹത്തിന് 4 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ വിവാഹമോചനം നേടി. അമ്മയുടെയും മറ്റു 3 മൂത്ത സഹോദരിമാരുടെയും കൂടെയായി പിന്നീടുള്ള ജീവിതം. അച്ഛൻ വീണ്ടും വിവാഹം കഴിച്ചു. 9ാം ക്ലാസ്സിൽ ഡാനിയേൽ പഠനം ഉപേക്ഷിച്ചു. മോഷണത്തിലും മയക്കുമരുന്നിനും അടിമയായി. 18 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ആദ്യമായി കവർച്ചയുടെ പേരിൽ അറസ്റ്റിലായി. പക്ഷേ അകന്നു കഴിയുന്ന പിതാവ് ഇടപെട്ട് ജയിൽ ശിക്ഷ ഒഴിവാക്കാൻ സഹായിച്ചു. 1980കളുടെ അവസാനത്തിൽ ഡാനിയേൽ പിതാവിനോടൊപ്പം താമസിക്കാൻ ഫ്ലോറിഡയിലേക്ക് താമസം മാറി. സ്ഥിരമായ ജോലി കണ്ടെത്താൻ പിതാവ് സഹായിച്ചുവെങ്കിലും 6 മാസത്തിനുള്ളിൽ വീണ്ടും മോഷ്ടിക്കുകയും ലഹരി വസ്തുക്കൾ കൈകാര്യം ചെയ്ത് പിടിക്കപ്പെടുകയും ചെയ്തു. അച്ഛനാകട്ടെ അമ്മയോടൊപ്പം താമസിക്കാൻ അവനെ തിരിച്ചയച്ചു. ഡാനിയേലിന്റെ മാനസികാരോഗ്യം 1 വർഷത്തിനുള്ളിൽ വഷളായി. അദ്ദേഹത്തിന് സ്കീസ്ട്രോഫീനിയ ഉണ്ടെന്ന് കണ്ടെത്തി മരുന്നുകൾ നിർദ്ദേശിച്ചു. എന്നാൽ അദ്ദേഹം കറക്റ്റായി അത് കഴിച്ചിരുന്നില്ല. കഴിച്ചതാകട്ടെ മദ്യത്തിൽ കലർത്തിയും. 1991 അമ്മയുമായുള്ള ഒരു തർക്കത്തിനിടെ ഡാനിയേൽ അക്രമാസക്തമാവുകയും ഒരു കത്തിയെടുത്ത് കുത്തുകയും ചെയ്തു. 30 കുത്തുകൾ കുത്തി. സംഭവ സ്ഥലത്ത് തന്നെ അമ്മ മരിച്ചു. 20 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. 2006 പരോളിൽ ഇറങ്ങിയ അയാൾ റിലേഷൻഷിപ്പിലായിരുന്ന ജെനീഫറുമായി വിവാഹം കഴിച്ച് ഗ്രഹാം എന്ന ചെറുപട്ടണത്തിലെ അവളുടെ വീട്ടിലേക്ക് താമസം മാറി. ഡാനിയേൽ പരോൾ ലംഘിച്ചു. അയാൾ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. പോലീസുകാരുടെ കെടുകാര്യസ്ഥത കൊണ്ടും ഡാറ്റാബേസിൽ വന്ന ടെക്നിക്കൽ എറർ കൊണ്ടും സംസ്ഥാനം വിട്ടുപോയ അയാളെ അറസ്റ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് ക്രിമിനൽ ഡാറ്റാബേസിൽ അയാളുടെ ഫിംഗർ പ്രിന്റ് ഡാറ്റ നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ കാണാതിരുന്നത്. കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ആ ബൂട്ട്സ് നിർമ്മാണ കമ്പനിയിലാണ് ഡാനിയേൽ കുറച്ചുകാലം ജോലി ചെയ്തിരുന്നത്. എന്നിരുന്നാലും വ്യക്തമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. തന്ത്രപരമായി ഉദ്യോഗസ്ഥർ ഡാനിയേൽ കണ്ട കൊലയാളിയുടെ രേഖാചിത്രം വരയ്ക്കാൻ എന്ന വ്യാജേന സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഫിംഗർ പ്രിന്റ്സും ശേഖരിച്ചു. ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചോദ്യം ചെയ്യലിനിടയിൽ തങ്ങൾക്ക് കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് ഫിംഗർ പ്രിന്റ്സ് കിട്ടിയിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ഡാനിയേൽ പറഞ്ഞു തങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നുവെന്നും ആ വീട്ടിൽ ഇടയ്ക്കൊക്കെ പോകാറുണ്ടെന്നും അങ്ങനെ വന്നതാകും തന്റെ ഫിംഗർ പ്രിന്റ്സ് എന്ന്. എന്നാൽ ചോരയിൽ കുളിച്ച തന്റെ കൈപ്പത്തിയുടെ ഫിംഗർ പ്രിന്റ്സ് മതിലിൽ പതിഞ്ഞത് ഡാനിയേൽ അന്ന് ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് സ്വന്തം അമ്മയെ കൊന്ന കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചപ്പോഴാണ് താൻ പെട്ടുവെന്ന് അയാൾ മനസ്സിലാക്കിയത്. അയാൾക്കെതിരെ തെളിവുകൾ നിരത്തിയതോടെ കുറ്റം സമ്മതിക്കുകയല്ലാതെ ഡാനിയേലിന് വേറെ മാർഗമില്ലായിരുന്നു. ഫിംഗർ പ്രിന്റ്സും മാച്ചായി. അങ്ങനെ അയാൾ അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ വിവരിച്ചു തുടങ്ങി. കൃത്യം നടന്നതിന്റെ തലേ ദിവസം അന്ന് രാത്രി കുറെ നേരം അയാൾ ബാറിലിരുന്ന് മദ്യപിച്ചു. അതിന്റെ പൈസ കൊടുക്കാൻ തികയാതെ വന്നപ്പോൾ ബാറിലെ സ്റ്റാഫ് അദ്ദേഹത്തെ പുറത്താക്കുകയും പോലീസിനെ വിവരമറിയിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് അയാൾ തന്റെ അയൽവാസിക്ക് കഴിഞ്ഞ മാസം ടാറ്റു അടിച്ചു കൊടുത്തത് ഓർത്തത്. അതിന് അയാൾ പൈസ വാങ്ങിയിരുന്നില്ല. ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ടാറ്റു അടിച്ചതായിരുന്നു ബ്രയാൻ. അങ്ങനെ അടുത്ത ദിവസം അതിരാവിലെ തന്നെ പണം വാങ്ങാൻ വീട്ടിലെത്തിയ ഡാനിയേലിനെ കണ്ടപ്പോൾ ബ്രയാന് ദേഷ്യം വന്നു. ഇത്ര രാവിലെ തന്നെ $50 വേണ്ടി വീട്ടിൽ വന്ന അയാളോട് കുറച്ചു കഴിഞ്ഞു വരാൻ പറഞ്ഞെങ്കിലും ഇപ്പോൾ തന്നെ കിട്ടിയേ തീരൂ എന്ന വാശിയിലായിരുന്നു ഡാനിയേൽ. എന്നിരുന്നാലും ഡാനിയേലിനെ കുറിച്ച് ദേഷ്യത്തോടെ പിറുപിറുത്തുകൊണ്ട് പണമെടുക്കാനായി തിരിഞ്ഞ ബ്രയാനു പിന്നിൽ തോക്കിൽ നിന്ന് വെടിയുതിർക്കുകയായിരുന്നു ഡാനിയേൽ. 3 തവണ തുടർച്ചയായി വെടിയുതിർത്തു. ശബ്ദം കേട്ടുവന്ന ബെവർലി കണ്ടത് തന്റെ ഭർത്താവ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ്. രക്ഷപ്പെടാൻ ശ്രമിച്ച ബെവർലിയുടെ നേർക്കും അയാൾ 3 തവണ വെടിയുതിർത്തു. ഡാനിയേൽ ഉടൻ തന്നെ തന്റെ വീട്ടിലേക്ക് പോയി ഭാര്യ ജെനീഫറിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ബ്രയാന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഇടനാഴിയിൽ കിടന്ന ബെവർലിയുടെ മൃതദേഹം ലിവിംഗ് റൂമിലേക്ക് വലിച്ചിഴച്ച് ബ്ലാങ്കറ്റ് കൊണ്ട് കവർ ചെയ്യുകയായിരുന്നു. കൂടാതെ ഫിംഗർ പ്രിന്റ്സ് ലഭിക്കാതിരിക്കാൻ അവിടെയെല്ലാം ക്ലീൻ ആക്കുകയും ചെയ്തു. പക്ഷേ രക്തത്തിൽ കലർന്ന തന്റെ കൈപ്പത്തിയുടെ രേഖ അവരുടെ കണ്ണിൽ പെട്ടതുമില്ല. ആ ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഫിംഗർ പ്രിന്റാണ് ഏറ്റവും വലിയ തെളിവായി ഈ കേസിന് വഴിത്തിരിവായത്. പരോളില്ലാത്ത ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് ഡാനിയേലിന് വിധിച്ചു. തന്റെ സുരക്ഷയെ ഭയന്നാണ് ഡാനിയേലിനെ സഹായിച്ചതെന്ന് പറഞ്ഞ് ഭാര്യ ജെനീഫർ കടുത്ത പശ്ചാത്താപം പ്രകടിപ്പിച്ചു. അതിനാൽ ജെനീഫറിന് 1 വർഷം തടവ് ശിക്ഷ വിധിച്ചു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. പിന്നീട് 2015
ഡാനിയൽ തന്റെ അമ്മയോടൊപ്പം താമസിച്ചിരുന്ന വീട് പുതുക്കി പണിയാൻ ശ്രമിച്ച പുതിയൊരു വീട്ടുടമസ്ഥൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അവിടെ വീടിന്റെ പിറകുവശത്ത് മണ്ണിനടിയിൽ ഒരു അസ്ഥിക്കൂടം കണ്ടെത്തി. ഫോറൻസിക് വിശകലനത്തിലൂടെ ആ അവശിഷ്ടങ്ങൾ അയൽക്കാരിയായ ഒരു യുവതിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. 1990 കാണാതായ ഒരു സ്ത്രീ. ആ സ്ത്രീയുമായി ഡാനിയലിന് പ്രണയബന്ധമുണ്ടായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പിന്നീട് കണ്ടെത്തി. പതിറ്റാണ്ടുകളായി ആരും അറിയാതെ പോയ ആ ഒരു ക്രൂരമായ കൊലപാതകം കൂടി ചുരുളഴിഞ്ഞതോടെ ഡാനിയലിന് രണ്ടാമത്തെ ജീവപര്യന്തം തടവ് ശിക്ഷ കൂടി ലഭിക്കാൻ കാരണമായി. പോലീസിന്റെ അതിവിദഗ്ധമായ കേസന്വേഷണത്തിലൂടെ തന്റെ അമ്മ ഉൾപ്പെടെ 4 പേരെ കൊന്ന ഡാനിയൽ എന്ന കൊടും കുറ്റവാളിക്ക് അങ്ങനെ ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചു. പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. കൂടുതൽ കുറ്റാന്വേഷണ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.